ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു സ്ഥിരതയില്ലാത്തൊരു ഫോണാണ് സാംസങ്ങിൻ്റെ J7 എന്ന് പറഞ്ഞ മോഡൽ. ഇച്ചിരി ഓൾഡാണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കി ഒരു 8% ചാർജ് കാണിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചാർജിങ്ങിലിട്ട് നോക്കാം. ചാർജിങ് ഇടുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ചാർജിങ്ങിലിട്ട് നോക്കാം. ഇപ്പോൾ 10:49 നമ്മൾ ചാർജിങ്ങിൽ ഇടുവാണ്. ചാർജിങ്ങിൽ ഇട്ടിട്ട് ആ 8% കിടക്കുവാണ്. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ കണ്ടോണം, ഇപ്പോൾ 8%ലാണ് ചാർജ് കാണിക്കുന്നത്. താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 10:49 നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് നമ്മളൊരു 10:51 നമ്മളൊന്നും കൂടെ നോക്കുവാണ് എത്ര ചാർജ് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ 10:51 നമ്മൾ നോക്കിയ സമയത്ത് 29%. ഇത്ര പെട്ടെന്ന് ഇത്രയും ചാർജ് കയറണമെങ്കിൽ നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഫോണാണ്, ഇച്ചിരി ഓൾഡാണ്. അപ്പോൾ ഈ ഫോണിലേക്ക് ഇത്രയും ശതമാനം പെട്ടെന്ന് കയറണമെങ്കിൽ ആദ്യത്തെ ഫാസ്റ്റ് ചാർജിങ് ഫോൺ ഇതായിട്ട് നമുക്ക് കൂട്ടാമല്ലോ. അങ്ങനെയല്ലേ വരേണ്ടത്. ഒന്നും നോക്കിയില്ല, അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ബാറ്ററി അങ്ങനെ ബൾജായിട്ടൊന്നുമില്ല. പിന്നെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണോ ഇല്ല നമുക്ക് പറയാറായിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ഫോൺ അഴിച്ചു നോക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പൊടിയും മണ്ണും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തായാലും നമുക്ക് ബോർഡൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. അങ്ങനെ ബോർഡ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. ബോർഡ് നോക്കിയ സമയത്ത് ബോർഡിൻ്റെ അകത്ത് പുറമേ ഒന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിലും ഇതിൻ്റെ ചാർജ് പിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതോ ഷോപ്പിൽ മാറിയിട്ടുള്ളതാണ് ഈ ചാർജ് പിന്ന്. ഈ ചാർജ് പിന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അല്ല മാറിയിരിക്കുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടെക്നീഷ്യൻ കുറ്റം പറയുന്നതല്ല. ഇതിനകത്ത് ചാർജ് പിന്നിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണുന്നില്ല. ആ രീതിക്കൊക്കെയാണ് ഇത് സോൾഡർ ചെയ്തൊക്കെ വെച്ചേക്കുന്നത്. എന്തായാലും നമ്മൾ ആ പിന്നൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. വേറെ പിന്ന് മാറിയില്ല. പിന്ന് തന്നെ നമ്മൾ സോൾഡറിങ് എല്ലാം മാറ്റി നമ്മൾ വൃത്തിക്കും സോൾഡർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇനി ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഫോൺ ഓണാക്കി ഇനി നമുക്കൊന്ന് ഓണാക്കി ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് 21% കാണിക്കുന്നുണ്ട്. അതുള്ളതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്തായാലും കുത്തിയിട്ട് നോക്കാം. ഇപ്പോൾ സമയം 11:18. നമുക്ക് ഈ സമയത്ത് ഒന്ന് ഫോൺ കുത്തിയിട്ട് നോക്കാം. കുത്തിയിട്ടിട്ട് ഇത് ഓണായി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ സത്യാവസ്ഥ എന്നാണെന്നുള്ളത്. ഇനി കണക്ടറിൻ്റെ ആണോ ഇനി വേറെ വല്ലതും ആണോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ചാർജിങ്ങിലിട്ട് നമുക്ക് കുറച്ച് നേരം നോക്കാം. നോക്കിയ സമയത്ത് 11:28. ഈ 11:28 നോക്കിയപ്പോൾ 29%. അപ്പം എങ്ങനെ പോയാലും ഒരു 8% ഒക്കെ ആറായെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ലെന്ന് തോന്നി. ലാസ്റ്റ് നമ്മൾ ഫുള്ള് കുത്തിയിട്ട് നോക്കി ഒരു 87% വരെ നമ്മൾ കുത്തിയിട്ടു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ചാർജും കാര്യങ്ങളൊന്നും ഇറങ്ങി പോകുന്നില്ല. എന്തായാലും കംപ്ലയിൻറ്റ് മാറിയെന്നാണ് വിശ്വാസം.